കോൺഗ്രസ് ഉണ്ടാക്കിയതെല്ലാം പ്രധാനമന്ത്രി ഇങ്ങനെ വിറ്റ് തുലക്കുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളെല്ലാം കണ്ണിന് നേരെ കണ്ടാൽ പിടിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം ഫ്രണ്ടിന് എല്ലാം വിൽക്കുകയാണ്. എന്നിട്ടും വോട്ടിംഗ് മെഷീനുകൾ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളാവണം പ്രധാനമന്ത്രി, നിങ്ങളാവണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ സകല EVM മെഷീനുകളും അദ്ദേഹത്തെ നീണ്ട 12 വർഷമായി ഇപ്പോഴും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിനോ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എല്ലാം വിറ്റുതുലക്കുകയാണ്. നിങ്ങൾ എന്തിനാ വോട്ടിംഗ് മെഷീനുകളെ വയ്യാത്ത മനുഷ്യൻ ഇങ്ങനെ പ്രണയിച്ച് കൊല്ലുന്നത്? നിങ്ങൾ വിശ്വഗുരുവിന് വേണ്ടി പുതിയ താജ്മഹൽ ഉണ്ടാക്കുമോ? ദി ഷോക്ക് ഈസ് കമ്മിങ് ആൻഡ് ഇറ്റ്സ് എ കമ്മിങ് ബിഗ്. വലിയ സാമ്പത്തിക ഷോക്ക് നിങ്ങളെ തേടി വരുന്നു എന്ന് പത്മഭൂഷൺ ജേതാവും കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനുമായ ഉദയ് കോട്ടക്കിന്റെ മുന്നറിയിപ്പ് എന്താണ്? സംഘികൾ ഭരിച്ച് രാജ്യത്തിനെ എവിടെ കൊണ്ടെത്തിച്ചു? വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇനി ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ നേരിടാൻ പോകുന്നത്. സംഘി നേതാക്കന്മാർ സുരക്ഷിതമാണ്. സംഘികൾ 2-3 പാസ്പോർട്ട് സ്വയം കൈവശപ്പെടുത്തിക്കൊണ്ട് കോടാനുകോടികൾ പുറം രാജ്യത്തെ ബാങ്കുകളിൽ നിറച്ചു വെച്ചിരിക്കുന്നു. ഇനി രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും? ഗൾഫിൽ ജീവിക്കുന്നവർക്ക് കൊള്ളാം. സ്വന്തം രാജ്യത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന സംഘിയായാലും ശരി, മങ്കികളായാലും ശരി, പട്ടിണി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. രാജ്യം കടുത്ത പട്ടിണി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ പിന്നെയും വിളിച്ചു പറയണം വർഗീയത. 1 ലിറ്റർ മദ്യവും 1 കോഴിയും വാങ്ങിക്കൊണ്ട് മുസൽമാനെയും ദളിതനെയും തല്ലിക്കൊല്ലാൻ പറയുമ്പോൾ അതും ഭക്ഷിച്ചുകൊണ്ട് വിവരമില്ലാത്ത സംഘികൾ വടിവാളുമായി ചെന്ന് പാവപ്പെട്ട ജനങ്ങളെ തല്ലിക്കൊല്ലുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലത്തെ സാമ്പത്തിക ഷോക്ക് വരാതിരിക്കും? കുറ്റം ചെയ്തവർ പട്ടിണി കിടന്ന് ചാവണം.